यमुने चैव गोदावरी सरस्वती नर्मदे सिन्धु कावेरी जलेस्मिन् सन्निधिं कुरु. മനസ്സുകൊണ്ട് നമ്മൾ സപ്ത നദികളെയും നമ്മൾ ആവാഹിച്ച് നമ്മുടെ ശരീരത്തിലും ഈ ദ്രവ്യങ്ങളിലൊക്കെ തളിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. മെല്ലെ കണ്ണ് തുറന്ന് കുറച്ച് പുഷ്പങ്ങൾ എടുക്കുക. അധികം എടുക്കരുത്. പുഷ്പങ്ങൾ നമ്മുടെ വലത് ഭാഗത്താണ് വയ്ക്കേണ്ടത്. വലത്തെ കൈയുടെ ഭാഗത്താണ് പുഷ്പങ്ങൾ വയ്ക്കേണ്ടത്. വലത്തെ കൈ കൊണ്ട് ആണ് നമ്മൾ ആരാധിക്കുക. അപ്പം വലത്തെ ഭാഗത്ത് പുഷ്പങ്ങൾ വയ്ക്കുക. നമ്മളുടെ നേരെ മുൻപിലുള്ള അല്ലെങ്കിൽ വിളക്ക് മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അതിൽ പുഷ്പങ്ങൾ പാടില്ല. ഇവിടുന്ന് ഓരോ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവിടെ അർച്ചിക്കുകയാണ് വരുന്നത്. കുറച്ച് പുഷ്പങ്ങൾ എടുക്കുക. ഏതൊരു പൂജയുടെയും തുടക്കത്തിൽ ഗുരു ഗണപതി വന്ദനം വേണമെന്നാണ്. നമ്മളിവിടെ ഗുരുനാഥനെ സ്മരിക്കുകയാണ്. ക്ഷേത്ര ചൈതന്യമായി നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മഹാദേവൻ ദക്ഷിണാമൂർത്തിയായി നമ്മുടെ മുൻപിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വിളക്കിന്റെ ഇടതു ഭാഗത്തായിട്ട് വയ്ക്കുക. അവിടെ ഇനി സകല വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന ശ്രീ മഹാഗണപതിയെ സ്മരിക്കാം. നമ്മുടെ ഈ പൂജയിലും അതുപോലെ നമ്മുടെ ജീവിതത്തിലും എല്ലാ വിഘ്നങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് ഏകദന്തനായിട്ടുള്ള മഹാഗണപതി നമ്മളെ കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വിളക്കിന്റെ വലതു ഭാഗത്തായിട്ട് സമർപ്പിക്കാം. അവിടെ മഹാഗണപതി സാന്നിധ്യം ചെയ്തിരിക്കുകയാണ്. ഇനി വീണ്ടും പുഷ്പങ്ങൾ ഇട്ടുക. ശ്രദ്ധയോടുകൂടി ചൊല്ലുക. യാസാം പത്മാസനസ്ഥാം വിപുലകടിതടീം പത്മപത്രായ ഗംഭീരാവർത്തനാഭിം മണിഗണഖചിതൈ